ദിവസവും കോടിക്കണക്കിന് കുട്ടികളാണ് ചിരിച്ചും കളിച്ചും സ്കൂളുകളിലേക്ക് പോകുന്നത്. എന്നാൽ അവരുടെ മനസ്സിലും ചില പിരിമുറുക്കം ഉണ്ടെന്ന് നമ്മിൽ എത്ര പേർക്കറിയാം? സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ നോക്ക്. 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നീണ്ട ടീച്ചിങ് പീരീഡുകളാണ് ഉള്ളത്. അതിനിടയിൽ വിദ്യാർത്ഥികൾ അനങ്ങാതിരുന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. ആ ടീച്ചർ പോയി കഴിയുമ്പോൾ അടുത്തിരിക്കുന്ന കൂട്ടുകാരനുമായി സംസാരിക്കാമെന്ന് വെച്ചാലോ, അന്നേരം തന്നെ മോണിറ്റർ വന്ന് സംസാരിക്കുന്നവരുടെ പേരെഴുതി ക്ലാസ് ടീച്ചർക്ക് കൊടുക്കും. അടുത്ത ടീച്ചർ വന്ന് അടുത്ത വിഷയം പഠിപ്പിക്കുവാൻ തുടങ്ങും. ക്ലാസ്സിൽ ഒന്നിലധികം വിദ്യാർത്ഥികൾ സംസാരിച്ച് ഒരു ബഹളമയമായാൽ ഇതെന്താ ചന്തയാണോ എന്ന ടീച്ചറുടെ ചോദ്യം. ലോകത്ത് ഏറ്റവും അധികം നിയമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും ഉള്ളത് ഇത്തരം സ്കൂളുകളിലാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയവും കുറ്റം ചുമത്തപ്പെട്ടേക്കാം എന്ന ഭയത്തിലാണ് ഓരോ വിദ്യാർത്ഥിയും. തിങ്കൾ മുതൽ വെള്ളി വരെ, ചിലപ്പോൾ ശനി വരെ 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറാണ് കുട്ടികൾ സ്കൂളിൽ ഇങ്ങനെ ചെലവഴിക്കുന്നത്. കോടതിയേക്കാൾ വലിയ സ്ട്രിക്റ്റ് ആണ് ഇവിടെ. നിശബ്ദത പാലിക്കണം, സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, എന്തിനൊന്നും സ്വകാര്യം പറയാൻ പോലും പാടില്ല. യാതൊന്നിനെ കുറിച്ചും ആകുലപ്പെടാതെ ജീവിക്കേണ്ട ജീവിതത്തിലെ ഏറ്റവും വലിയ സുന്ദര നാളുകളായ കുട്ടിക്കാലമാണ് ഈ അച്ചടക്കത്തിന്റെ പേരിൽ നാം നശിപ്പിക്കുന്നത്. കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് അവർക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ അറിയില്ല. അവർ പറയുന്നത് പലപ്പോഴും അംഗീകരിക്കപ്പെടാറുമില്ല. അവർ അത് ഉള്ളിലൊതുക്കി അനുഭവിക്കുകയാണ്. നിങ്ങളും ഒരു വിദ്യാർത്ഥിയായിരുന്നതാണ്. നിങ്ങൾക്കും ഇത് സങ്കല്പിക്കുവാൻ കഴിയും. സ്കൂളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായി ഇരിക്കുന്നു. ടീച്ചർമാർ മാറി മാറി വന്ന് 1 മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തുന്നു. പലക പോലെ ഇരിക്കുന്ന ബെഞ്ചിൽ ചാരാൻ ഒരു സപ്പോർട്ട് പോലും ഇല്ലാതിരുന്ന് നിങ്ങളുടെ നടുവേദനിക്കും. കുട്ടികൾക്ക് നടുവുണ്ടേ, ആകെ ബോറടിക്കും. ഒരു പീരീഡ് കഴിയുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ക്ലാസ്മേറ്റുമായി സംസാരിക്കണമെന്നുണ്ട്, ഒന്ന് ചിരിക്കണമെന്നുണ്ട്. എന്നാൽ സാധിക്കില്ല. കാരണം അനങ്ങിപ്പോയാൽ പേരെഴുതി നൽകുവാൻ ക്ലാസ് ലീഡർ എത്തിയിട്ടുണ്ട്. എന്തൊരു ദുസ്തുതിയാണല്ലേ ഇത്. അച്ചടക്കം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ നിശബ്ദരാക്കാൻ നോക്കരുത്. അത് ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ചില്ലറയല്ല. നോൺ സ്റ്റോപ്പായി പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ നിർമ്മിച്ചിരിക്കുന്ന മെഷീൻ അല്ല മനുഷ്യന്റെ മനസ്സ്. മുതിർന്നവർക്ക് പോലും ഒരു ഇടവേള ജോലി സമയത്ത് ലഭിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഒക്കെ ആ സ്ട്രെസ്സിന് ഒരു പരിഹാരം കാണുന്നത് ഒരു ഫോൺ ബ്രേക്ക് എടുത്താണ്. ചില ആളുകൾ ഒരു ടീ ബ്രേക്ക് ഇടയ്ക്കെടുക്കാറുണ്ട്. സ്ട്രെസ് ഉള്ള ഒരു ജോലി ചെയ്ത് ഒരു റിലീഫിനായി ഫോൺ ഓൺ ചെയ്ത് സോഷ്യൽ മീഡിയ ഒരു 5 മിനിറ്റ് നോക്കാറുണ്ട് നാം ഓരോരുത്തരും. ശരിക്കും ഇത് മനസ്സിന്റെ ഒരു റിലീഫിനായി മാത്രം ചെയ്യുന്നതാണ്. എന്നാൽ കുട്ടികൾക്ക് ഈ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? അവരുടെ കുഞ്ഞു മനസ്സുകൾ ഇതിലധികം റിലീഫ് ആഗ്രഹിക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ഡ്രിൽ പീരീഡ് കൊണ്ടോ ദിവസത്തിൽ 2 ഇന്റർവെൽ കൊണ്ടോ ഇത് പരിഹരിക്കപ്പെടാറില്ല. നല്ല പഠനത്തിനും നല്ല അറ്റൻഷനും കുട്ടികളുടെ സന്തോഷത്തിനും ഓരോ ക്ലാസ്സുകൾക്കിടയിലും 10 മിനിറ്റിന്റെ ഇടവേള നൽകണം. ഓരോ ടീച്ചിങ് അവറിനും ഇടയിൽ ഒരു 10 മിനിറ്റ് വീതം ഈ കുട്ടികൾക്ക് ഫ്രീഡം നൽകിയാൽ അവർക്ക് എന്തൊക്കെ ചെയ്യാം. അവർക്ക് സംസാരിക്കാം, തമാശ പറഞ്ഞ് ചിരിക്കാം, മിമിക്രി, മോണോ ആക്ട്, ഡാൻസ് പോലെയുള്ള കലകൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് അവതരിപ്പിക്കാം, പാട്ടുപാടാം, പടം വരയ്ക്കാം, ഒന്ന് എഴുന്നേറ്റ് നടക്കാം. ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഒരാൾക്ക് പാട്ട് പാടാനായി മറ്റുള്ളവരെ മുഴുവൻ നിശബ്ദരാക്കുകയും ചെയ്യരുത്. കേൾക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം കേൾക്കട്ടെ. കുട്ടികളുടെ മനസ്സൊന്ന് ഫ്രീ ആകട്ടെ. ആരെ കൊണ്ടും ഒന്നും നിർബന്ധിച്ച് ചെയ്യിക്കരുത്. ഈ 10 മിനിറ്റ് നേരത്തെ സ്വാതന്ത്ര്യത്തിന് 1 മണിക്കൂർ നേരത്തെ സ്ട്രെസ് ഇല്ലാതാക്കുവാൻ കഴിയും. കുട്ടികൾക്ക് എന്തെങ്കിലും അവരുടേതായി പ്രകടിപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് അകത്തെ സമ്മർദ്ദം പുറത്തു തള്ളിക്കളയുവാൻ കഴിയുന്നത്. അത്രമാത്രമല്ല, കുട്ടികൾ അവരുടേതായി ചിലത് ചെയ്യുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. കുട്ടികൾ ചിരിച്ചുല്ലസിക്കുമ്പോൾ അവരുടെ തലച്ചോർ കൂടുതൽ കാര്യക്ഷമമാകും. അപ്പോൾ പഠനം ഒരു ഉല്ലാസമാകും. ശ്രദ്ധയോടെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും അവർക്ക് വേഗത്തിൽ കഴിയും. കാര്യക്ഷമമായി ഇത് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നത് സ്കൂളുകൾക്ക് തന്നെയാണ്. അതിന് സ്കൂളുകൾ അവരുടെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതായുണ്ട്. വർഷങ്ങൾ കൊണ്ട് സ്കൂളുകളുടെ അച്ചടക്കം വർദ്ധിച്ചു വരുന്നതല്ലാതെ ഒരു അയവും വരുന്നില്ല. അറിവ് നേടാൻ ആരംഭിച്ച ആദ്യ സംവിധാനം ഇന്ന് മനപാഠം പഠിപ്പിക്കുന്ന സ്ഥാപനമായി മാറി. അച്ചടക്കം എന്ന ആശയം എന്നത് നിശബ്ദതയിലേക്ക് കേന്ദ്രീകൃതമായി. എന്നാൽ ശാസ്ത്രം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. ഒച്ചയുണ്ടാക്കുന്ന കുട്ടികൾ മോശം കുട്ടികളല്ല. ചിരിക്കുകയും അടങ്ങിയിരിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ പ്രശ്നക്കാരുമല്ല. സ്കൂൾ ഒരിക്കലും ഒരു തടവറയാകരുത്. സ്കൂളിനൊരു ജീവനുണ്ട്. അച്ചടക്കത്തിന്റെ പേരിൽ അതിനെ ഇല്ലാതാക്കരുത്. സ്കൂൾ ശരിക്കും ഒരു ശബ്ദ കോലാഹലങ്ങൾ ഉള്ള സ്ഥലമാകണം. സന്തോഷത്തിന്റെ ശബ്ദമായിരിക്കും അത്. അധ്യാപകരുടെ ഒരു ക്ലീശ ചോദ്യമാണ്, ഇത് ചന്തയാണോ എന്ന്. അതെ, സ്കൂൾ ഒരു ചന്തയേക്കാൾ കൂടുതൽ ശബ്ദമുള്ള സ്ഥലമാകണം. സാധാരണ ഒരു ചന്ത ക്ഷീണമാണ് നൽകുന്നതെങ്കിൽ സ്കൂളിലെ ഈ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ജീവൻ നൽകും. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒരു മൗലിക അവകാശമാണ്. എന്നാൽ ഇത് തീരെ ഇല്ലാത്തൊരു സ്ഥലമാണ് ഇന്ന് സ്കൂള്. എന്നാൽ ഈ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് നൽകിയാൽ അത് മാന്ത്രികമായ ഫലം നൽകും. മൗനമായിരിക്കുന്ന കുട്ടികൾ അതിൽ നിന്ന് പുറത്തു വരും. കുട്ടികൾ അവർക്കുള്ള കഴിവുകൾ പ്രകടിപ്പിക്കും. കുട്ടികൾ തുറന്നു ചിരിക്കുവാൻ പഠിക്കും. പല കാരണങ്ങൾ കൊണ്ട് മാനസിക പിരിമുറുക്കത്തിലുള്ള കുട്ടികൾ അതിൽ നിന്ന് പുറത്തെത്തും.
ഇന്നത്തെ അവരുടെ ഉല്ലാസത്തിന് മാത്രമല്ല ഇത് പ്രയോജനപ്പെടുന്നത്. ഭാവിയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ രൂപപ്പെടുത്തുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും അവർക്ക് കഴിവ് തെളിയിക്കാവുന്ന മേഖലകൾ കണ്ടെത്തുവാനും സ്ഫുടമായി സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുവാനും ഇത് പ്രയോജനപ്പെടുത്താം. ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. നിങ്ങളുടെ റോൾ ഒരു സിലബസിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. കുട്ടിക്കാലത്തെ രൂപപ്പെടുത്തുവാനുള്ള മൗൾഡ് നിങ്ങളുടെ കയ്യിലാണ്. കുട്ടികൾക്ക് കുറച്ച് സമയം സ്വാതന്ത്ര്യം നൽകിയാൽ അത് അച്ചടക്കത്തെ ബാധിക്കില്ല. ഇങ്ങനെ അച്ചടക്കത്തോടെ അനുവദിക്കുന്ന സ്വാതന്ത്ര്യം അവർക്ക് പഠനത്തോട് ഇഷ്ടമുണ്ടാകും. ഇപ്പോൾ നാം നോക്കിയാൽ കാണാം, ഈ ലോകത്തിലെ സംവിധാനങ്ങൾ മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. മനപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതേണ്ട കാലം കഴിഞ്ഞു. ഞാൻ പഠിച്ച കാലത്ത് ഓപ്പൺ ടെക്സ്റ്റ് എക്സാം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി വരുന്നത് ഓപ്പൺ നെറ്റ് എക്സാം ആയിരിക്കും. വിദ്യാർത്ഥികൾ അവരുടെ സ്മാർട്ട് ഡിവൈസ് കാര്യക്ഷമമായി ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട കാലമാണിത്. യന്ത്രങ്ങൾ വന്നാൽ തൊഴിലവസരം നഷ്ടപ്പെടുമെന്നൊരു കാലത്ത് പറഞ്ഞിരുന്നു. എന്നാൽ മനുഷ്യൻ യന്ത്രങ്ങൾക്കൊപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നിരവധി തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായി. കമ്പ്യൂട്ടർ വന്നാൽ തൊഴിലവസരം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. എന്നാൽ കമ്പ്യൂട്ടറിനൊപ്പം മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയതോടെ എണ്ണം പറയാനാവാത്ത അവസരങ്ങളാണ് ആ മേഖലയിൽ തുറക്കപ്പെട്ടത്. ഇന്ന് AI വന്നുകൊണ്ടിരിക്കുമ്പോൾ തൊഴിലവസരം നഷ്ടപ്പെടുമെന്ന് പറയുന്നു. എന്നാൽ AIക്കൊപ്പം പുതുതലമുറ സഞ്ചരിക്കുമ്പോൾ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത എത്രയും അവസരങ്ങളാണ് തുറക്കപ്പെടുവാൻ പോകുന്നത്. എന്നാൽ അതിനൊപ്പം നീങ്ങാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണമെങ്കിൽ പഴയ ക്ലീശേ രീതിയിലുള്ള പഠന സംവിധാനം മാറേണ്ടതായുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ മേഖലകൾ കണ്ടെത്തുവാൻ ആദ്യം തന്നെ കുട്ടിക്കാലം മുതൽ ഉള്ള അച്ചടക്കത്തിന് അയവ് വരുത്തണം. ഒരു മാനസിക സമ്മർദ്ദമുള്ള കുട്ടിയേക്കാൾ നന്നായി ഒരു സ്വതന്ത്ര മനസ്സുള്ള കുട്ടിക്ക് പഠിച്ചെടുക്കുവാൻ കഴിയും. ഇത്തരം ആരോഗ്യകരമായ റുട്ടീനുകൾ നമ്മുടെ സ്കൂളുകളിൽ നടപ്പാക്കേണ്ട കാലം കഴിഞ്ഞു. ഒരു മനുഷ്യായുസിൽ ഏറ്റവും ചുരുങ്ങിയ കാലയളവാണ് കുട്ടിക്കാലം. എന്നാൽ അത് വിശാലമായ ഒരു യാത്രയാക്കരുത്. കുട്ടികൾക്ക് സംസാരിക്കുവാനും ചിരിക്കുവാനും അവതരിപ്പിക്കുവാനും പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുക. അത് വീട്ടിൽ അല്ലെങ്കിൽ സ്കൂൾ സമയത്തിന് ശേഷം മാത്രമല്ല, സ്കൂളിനുള്ളിലും അവർ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന ആ സ്ഥലത്ത് തന്നെ അങ്ങനെ അവരുടെ ഭാവി തന്നെ രൂപപ്പെടും. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ സ്കൂളിലെ പിരിമുറുക്കം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ബാല്യകാലത്ത് ഏറ്റവും അധികം മാനസിക പിരിമുറുക്കം അനുഭവിച്ചത് ഏത് സാഹചര്യത്തിലാണ്? അതൊന്ന് പങ്കുവയ്ക്കുവാൻ സാധിക്കുമോ? കുട്ടികൾക്ക് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അച്ചടക്ക നിബന്ധനകളിൽ അയവ് വരുത്തണമെന്ന ആവശ്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. മുൻപോട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.